Good morning. Sorry, good afternoon. Good afternoon. Good morning. Good afternoon. Good afternoon, ma'am. Afternoon. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. Okay. ഇത് നമ്മുടെ പ്രയർ സോങ് ചൊല്ലിക്കോട്ടെ, ആരാന്ന് വെച്ചോ. പ്രയർ സോങ് കേൾക്കുന്നില്ലേ? ഓക്കെ, പ്രയർ സോങ് പഠിക്കണം കേട്ടോ. There shall be showers of blessing. This is the promise of love. There shall be seasoned refreshing sent from the Savior above. Showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. Okay. കേൾക്കാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. Yes, okay. നിങ്ങള് ലാസ്റ്റ് ഭാഗമല്ലേ എഴുതേണ്ടിരുന്നത്? സൈൻ ഇനും സൈൻ ഔട്ടും ഒന്നും ഇല്ല. Honesty is the best policy. Signing by Rishana Faisal. Yes, very good.
അതേതായാലും നന്നായിട്ടാ ക്യാമറ ഓൺ ചെയ്ത് പറഞ്ഞത്. എല്ലാവർക്കും കാണാൻ പറ്റില്ലേ? ഇംഗ്ലീഷിന്റെ മിസ് പറഞ്ഞിരുന്നു ക്യാമറ ഓൺ ചെയ്ത് പറയണം, സൈൻ ചെയ്യുമ്പോഴും സൈൻ ഔട്ട് പറയുമ്പോഴും ക്യാമറ ഓൺ ചെയ്യണമെന്ന്. നമ്മൾ അതർ ഫുഡ് ഹാബിറ്റ്സ് അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്? സ്റ്റാർട്ട് ചെയ്തില്ലേ അത്? ഓക്കെ, എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഓണമൊക്കെ? എന്നായിരുന്നോ? പൂക്കളൊക്കെ ഇട്ടോ എല്ലാവരും? ഓക്കെ, ഓണസദ്യയൊക്കെ കഴിച്ചോ? പായസമൊക്കെ കുടിച്ചോ? ആ നന്നായിട്ടുണ്ടായിരുന്നു. വെക്കേഷൻ പീരീഡ് അല്ലേ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ? എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലേ? അതെ മാം. നിങ്ങൾ ട്രിപ്പ് ഒന്നും പ്ലാൻ ചെയ്തില്ലേ എന്നിട്ട് വെക്കേഷൻ ആയിട്ട്? കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഇനി തീരാൻ. മൺഡേ തുറക്കും കുട്ടികളുടെ സ്കൂള്. ഇനി കൊണ്ടുപോകുന്നില്ല ട്രിപ്പൊന്നും? എല്ലാവരും സിനിമയ്ക്കൊക്കെ പോകും കേട്ടോ. ഒരുപാട് നല്ല ചിത്രങ്ങൾ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട്. മാം ഇന്ന് ഞാൻ എന്റെ വീട്ടിലോട്ട് പോകും, കോഴിക്കോട്ടേക്കാ. ആണോ? കോഴിക്കോടാണോ? ആ കോഴിക്കോടാണ് എന്റെ വീട്. അത് ഫുഡ് ഹാബിറ്റ്സ് പറഞ്ഞിരുന്നു തോന്നുന്നല്ലേ? മാം യോഗ പോസസും കൂടെ പറഞ്ഞായിരുന്നു. എന്താണ്? യോഗ. യോഗ എനിക്കിപ്പോ ടീച്ചിങ് വയ്യ, നോക്കുകയാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്യും. ആണോ? നിങ്ങൾക്ക് നിങ്ങൾ തയ്യാറാണെങ്കിൽ ചെയ്തോളൂ കേട്ടോ. ആരെങ്കിലും വില്ലിങ് ആണോ യോഗ ചെയ്യാനായിട്ട്? മാം ഏത് യൂണിറ്റിലെയാ മാം ഇത് അതർ ഫുഡ് ഹാബിറ്റ്സ്? ഏത് യൂണിറ്റാ? നമ്മള് ചാപ്റ്റർ യൂണിറ്റ് 7 എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ലാസ്റ്റ് ഭാഗങ്ങളുണ്ട്. ചാപ്റ്റർ തീരെയാണ്. ക്ലാസ്സിലുണ്ടായിരുന്നില്ലേ കഴിഞ്ഞ ക്ലാസ്സിലൊന്നും? ഇല്ല മാം, പനിയായിരുന്നു, ഒരാഴ്ച ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല. ഓണം നാട്ടിൽ പോയിട്ട് വന്നപ്പോ. കാണാത്ത ക്ലാസ്സുകൾ കാണാട്ടോ. ആ ചാപ്റ്റർ തീർന്നു, ഇതുപോലെ ഉള്ള ഈ ഒരു ഭാഗം കൂടി ഉള്ളൂ. അതർ ഫുഡ് ഹാബിറ്റ്സ് ഫസ്റ്റ് പാരഗ്രാഫ് ഒന്ന് വായിച്ചേ ആണെങ്കിലും. ഞാൻ വായിക്കട്ടെ. It is better to avoid strong flavors and too many spices. Too hot and too cold food should also be avoided. Food should be prepared depending upon the dislike of the child. The child should never be forced to eat it. In order to develop taste, less likable food can be ഓക്കെ, എന്താണ് പറയുന്നത്? ഇത്രയും ഭാഗത്ത് അവിടെ എന്താണ് ക്ലിയർ ചെയ്യേണ്ടത്? എന്താണ് മനസ്സിലാക്കുന്നത്? ഏത് തരത്തിലുള്ള ഫുഡ്സ് ആണ് അവോയ്ഡ് ചെയ്യാൻ പറയുന്നത്? ഒരുപാട് ഫ്ലവേഴ്സ് ഒക്കെ ചേർത്ത് ഫ്ലേവർ ഒക്കെ ചേർന്ന് ഫുഡ് അവോയ്ഡ് ചെയ്യാനാ പറയുന്നത്. അതായത് ഫ്ലേവർ ആയിട്ടുള്ള ജങ്ക് ഫുഡ്സുകൾ ഒഴിവാക്കാനായിട്ടാണ് പറയുന്നത് അല്ലെ? സ്പൈസസ് ആയിട്ടുള്ള, അതായത് ഒരുപാട് മസാലകളൊക്കെ ഫുഡ് ചേർത്തിട്ടുള്ള ഫുഡ്സുകളൊക്കെ എന്താണ് ഹെൽത്തിന് ഏറ്റവും കൂടുതൽ അപകടാവസ്ഥയിലേക്ക് എത്തിക്കാനുള്ള കാരണമായേക്കാവുന്ന ഫുഡ് ഐറ്റംസുകളാണ് അതെല്ലാം തന്നെ. അപ്പൊ അത്തരത്തിലുള്ള ഫ്ലേവേഴ്സ് ആയിട്ടുള്ള ഫുഡ്സുകൾ ഒഴിവാക്കുക. അപ്പൊ ഫ്ലേവേഴ്സ് ആണെന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ് ഫുഡ്സ് അതിൽ വരുന്നുണ്ട്? മാഗി നൂഡിൽസ്, bakery,
ബേക്കറി ബേക്കറി ഐറ്റംസ്. ഐറ്റംസ്. ആ ഇതിലൊക്കെ എന്തായിരിക്കും കൂടുതൽ ചേർത്തിട്ടുണ്ടാവുക? ഈ ഇത്തരം ഭക്ഷണ പദാർത്ഥങ്ങളിലൊക്കെ ഏത് തരം ഐറ്റംസ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക? അജിനോമോട്ടോ. അജിനോമോട്ടോ. കളേഴ്സ് ഉണ്ടാവും മാം. ഓക്കേ, പറഞ്ഞോളൂ. കളേഴ്സ്. ആ ഫുഡ് കളേഴ്സ് ചേർത്തിട്ടുണ്ടാവും അല്ലേ? പിന്നെ എന്തൊക്കെ ഉണ്ടാവും? ആർട്ടിഫിഷ്യൽ ഫ്ലേവറിംഗ് ഏജന്റ്. ആ പറയും. അജിനോമോട്ടോ. കളേഴ്സ്. ആ പിന്നെ അതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? കൂടുതൽ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ് അല്ലെ? കുട്ടികളെ കളർഡ് ആയിട്ടുള്ള ഫുഡ്സുകളാണ് കുട്ടികളെ കൂടുതൽ അത് അട്രാക്ട് ചെയ്യണം. അത് അവര് എന്താണ് വാങ്ങി കഴിക്കാനായിട്ട് വാശി പിടിക്കുകയും ചെയ്യുന്നത് അല്ലെ? അപ്പൊ അവരെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലാണ് ഇപ്പൊ ജങ്ക് ഫുഡുകളൊക്കെ ക്രിയേറ്റ് ചെയ്ത് മുന്നിൽ നമ്മുടെ ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്സിലൊക്കെ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് ഇത് ഏറ്റവും കൂടുതൽ അപകടകരമാണ് ഇത്തരത്തിൽ ജങ്ക് ഫുഡ്സുകൾ ഉപയോഗിക്കുന്നത്. ഹെൽത്തിന് എന്താണ് ആരോഗ്യത്തിന് അധികം നല്ലതല്ല. അത്തരത്തിലുള്ള ഫുഡ്സുകൾ, അതായത് ടു ഹോട്ട് ആൻഡ് ടു കോൾഡ് ഫുഡ് അല്ലെ? ഏറ്റവും ചൂട് കൂടിയതും അധികം തണുത്തതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ എന്താണ് അവോയ്ഡ് ചെയ്യണം. ഏറ്റവും ചൂട് കൂടിയ ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ടു ഹോട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? നല്ല ചൂടുള്ളത്. ആ നല്ല ചൂടുള്ള പദാർത്ഥമാണ്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി കഴിക്കുന്നതാണ്. ആ കോൾഡ് ഫുഡിലോ? ഇന്നെടുത്ത് ഡയറക്റ്റ് ആയിട്ട് കഴിക്കുന്ന സോഡ, ഐസ്ക്രീം പോലത്തെ സാധനങ്ങള്. അങ്ങനെ അധികം ചൂടുള്ളതും അധികം തണുത്തതുമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങള് അവോയ്ഡ് ചെയ്യണം. ഓക്കെ, Food should be prepared depending upon the dislike of the child. ഒരു ഫുഡ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? ആരുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്? കുട്ടികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ. ഇപ്പൊ നിങ്ങൾ ആരെങ്കിലും ഒരാളെന്ന് പറഞ്ഞേ, ഒരു കുട്ടിക്ക് ഇപ്പോൾ ഈ കാലഘട്ടത്തിലുള്ള കുട്ടികൾക്ക് ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കാം ഇഷ്ടപ്പെടുന്നത്? ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇഷ്ടമുള്ള ഷേപ്പിലൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അത് അവർക്ക് ഇഷ്ടപ്പെടും. ഷേപ്പിലോ കളേഴ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ എന്താണ് കുട്ടികൾക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടും. ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഏത് തരത്തിലുള്ള ഭക്ഷണങ്ങളാണ് നിങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ്. കുട്ടികൾ ഇഷ്ടപ്പെടുന്ന ഗുണങ്ങളുള്ള ഐറ്റംസ്. ഹെൽത്തി ഫുഡുകള്. ഹെൽത്തി ഫുഡുകളാണോ കുട്ടികൾ മായം ആഗ്രഹിക്കുന്നത്? ചേർക്കാത്തത്. അല്ല, പക്ഷെ അവരതൊന്നും മാമിന്റെ ക്വസ്റ്റ്യൻ കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഫുഡ് എന്താന്നല്ലേ? ഒരു ദിവസം അവർക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു. അതാ അല്ലേ കൂടുതൽ ഇഷ്ടം? നല്ല സോഫ്റ്റ് മിഠായി, ബേക്കറി ടോപ്പിൽ ഐസ്ക്രീം. അല്ലാതെ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സുകൾ എല്ലാ കുട്ടികളും ഇഷ്ടപ്പെടുന്നുണ്ടോ? ഇല്ലല്ലോ. ഇല്ല. ഇത്തരത്തിലുള്ള ജങ്ക് ഫുഡ്സിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം. കാരണം എന്താണ്? നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തെക്കാൾ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് എന്തിനാണ്? പുറത്തുള്ള ഫുഡ്സിനാണ് അല്ലേ? എത്ര ഹെൽത്തി ഫുഡ് കൊടുത്താലും അവർ ഇഷ്ടപ്പെട്ട് കഴിക്കാത്തത് എന്താണ്? ആ ജങ്ക് ഫുഡിന്റെ ടേസ്റ്റ് ഓൾറെഡി അവർക്ക് യൂസ്ഡ് ആയി. അതിനുശേഷം എന്താണ്? അപ്പൊ നമ്മൾ എല്ലാം ഉണ്ടാക്കി കൊടുത്താലും കുട്ടികളത് ഇഷ്ടമുള്ളത് കഴിക്കുന്നത് അതുകൊണ്ടാണ്. ഹെൽത്തി ഫുഡ് കഴിക്കാൻ കുട്ടികൾക്ക് താല്പര്യമില്ല. കാരണം എന്താ? അവരുടെ ടേസ്റ്റിന്റെ പുറകെയാണ് അവരുടെ ലൈഫ് എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ അഡ്വർടൈസ്മെന്റിൽ കാണുന്ന ഫുഡ് ഐറ്റംസ് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത് മാത്രമാണ് അവർക്ക് ആഗ്രഹം. അല്ലാതെ ഹെൽത്തി ആയിട്ട് കഴിക്കണമെന്നൊന്നും ഒരു കുട്ടികൾക്കും ആഗ്രഹമില്ല.
ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് വാങ്ങി കൊടുക്കുന്നത് ആരെന്നെയാണ്? നമ്മൾ തന്നെയാണ് പാരന്റ്സ് അവരൊക്കെ തന്നെയാണ്. ഓക്കെ, ഇവിടെ പറയുന്നത് എന്താണ്? The child should never be forced to eat. എന്താണ് പറയുന്നത്? കുട്ടികളെ കഴിപ്പിക്കാൻ പാടില്ല. കുട്ടികളെ ഭക്ഷണം ഒരിക്കലും ഫോഴ്സ് ചെയ്തിട്ട് കഴിപ്പിക്കാനായിട്ട് പാടില്ല. ഓക്കെ, ഫോഴ്സ് ചെയ്ത് കഴിപ്പിച്ചാൽ എന്താ സംഭവിക്കുന്നത്? അവര് കുറച്ച് കഴിച്ചും കണ്ടൊരു ഫുഡിനോട് കുറച്ച് കഴിഞ്ഞാൽ കഴിച്ചില്ല മുഴുവൻ. ഇഷ്ടമില്ലാത്തൊരു ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരെന്താണ്, കുറച്ചു നേരം കഴിക്കും, കുറച്ച് അവിടെ ഇട്ടിട്ട് പോകും. പിന്നെ എന്താണ്, ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും, വാശി പിടിക്കും, അങ്ങനെയൊക്കെ കാണിക്കും അല്ലെ. അപ്പൊ അവർക്ക് ഇഷ്ടമുള്ള ഒരു ടൈമില്, വിശന്നിരിക്കുന്ന ടൈമിലാണ് ഏത് തരം ഭക്ഷണം നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ എന്താണ്, അവരെ ഫോഴ്സ് ചെയ്യാതെ അവർക്ക് ഇഷ്ടങ്ങൾക്കനുസരിച്ച് ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരു പ്രത്യേക റുട്ടീൻ തയ്യാറാക്കുക. അപ്പൊ അതിനനുസരിച്ച് കൊടുക്കുകയാണെങ്കിൽ എന്താണ്, കുട്ടികള് കൃത്യമായ രീതിയിൽ തന്നെ എന്താണ് ഭക്ഷണം കഴിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യും. ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സുകൾ അവരുടെ ശരീരത്തിലേക്ക് എത്തുകയും ചെയ്യും. ഒരിക്കലും അവരെ നിർബന്ധം വെക്കരുത്, ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കരുത്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഒരുപാട് ബലം പിടിക്കുന്ന സമയത്തായിരിക്കും എന്താ, ഇങ്ങനത്തെ നമ്മൾ തെരുപ്പി കയറാന്ന് പറയില്ലേ, ശിരസിൽ കയറാന്ന് പറയില്ലേ അല്ലേ, അതുപോലെ അങ്ങനെയുള്ള ഇൻസിഡൻസുകൾ ഉണ്ടാവാനും ചാൻസസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ഒഴിവാക്കുക. ഒരിക്കലും ഫോഴ്സ് ചെയ്യരുത് കുട്ടികളെ. അവരുടെ ഇഷ്ടമുള്ളപ്പോൾ ഭക്ഷണം കഴിക്കട്ടെ. പക്ഷെ കൊടുക്കേണ്ടത് എന്താണ്, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സ് ഐറ്റംസുകൾ കൊടുക്കാൻ ശ്രദ്ധിക്കുക. In order to develop taste, less likable foods can be offered when the child is very hungry. എന്താണ്, നന്നായി വിശന്നിരിക്കുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ഫുഡ് നമുക്ക് കൊടുക്കാൻ സാധിക്കും? ഹെൽത്തി ഫുഡ് കൊടുക്കും. ഹെൽത്തി ഫുഡ് അല്ലെ. വിശന്നിരിക്കുന്ന ടൈമില് ഇപ്പൊ ആരായാലും തന്നെ എന്താണ്, ഏത് ഫുഡ് കൊടുത്താലും കഴിക്കും. അപ്പൊ ആ ഒരു ടൈം നോക്കിയിട്ട് മാക്സിമം ഹെൽത്തി ന്യൂട്രിയൻസും പ്രോട്ടീൻസ് ഒക്കെ എന്താണ് ആ ഒരു ടൈമിലായിരിക്കണം കൂടുതലായിട്ട് കൊടുക്കേണ്ടത്. ടീച്ചർ ചോദിക്കട്ടെ, നമ്മുടെ കുട്ടികൾക്ക് ഏറ്റവും വിശപ്പുള്ള ഒരു ടൈം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഏറ്റവും വിശപ്പ് അവർ കളിച്ച് ക്ഷീണിക്കുമ്പോ അവർക്ക് നല്ല വിശപ്പായിരിക്കും. കളിച്ച് ക്ഷീണിക്കുമ്പോൾ വിശപ്പുണ്ടാകും. പിന്നെ നൈറ്റ് ഉറങ്ങി എണീറ്റാലൊക്കെ കുറെ ടൈം ഉറങ്ങി എണീറ്റാൽ അവർക്ക് നല്ല വിശപ്പുണ്ടാവും. സ്കൂളിൽ നിന്ന് വരുമ്പോ നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ഭക്ഷണം കഴിക്കുന്നത് സ്കൂളിൽ നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നു. സ്കൂളിൽ നിന്ന് വരുന്ന ശേഷമാണ് കുട്ടികളിൽ ഭയങ്കര വിശപ്പായിരിക്കും. എന്ത് കൊടുത്താലും ആ സമയത്ത് കഴിക്കും. കുട്ടികൾ മാത്രമല്ല, ഓഫീസിൽ കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് വരുന്ന എല്ലാവർക്കും തന്നെ എന്താണ്, ഒരു പ്രത്യേക ആ ഒരു ടൈം പീരീഡ് എന്ന് പറഞ്ഞാല് അധികം വിശപ്പുള്ള ഒരു ടൈമാണ്. എത്ര ഫുഡും നമ്മൾ കഴിക്കും ആ ഒരു ടൈം. കുട്ടികൾ എന്താണ് അതേപോലെ തന്നെയാണ്. അവർക്ക് ഏറ്റവും വിശപ്പുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ആ ഒരു 4 മണി 3 മണിക്ക് 3:30ക്ക് ശേഷമുള്ള ആ ഒരു ടൈം പീരീഡ്, ഈവനിങ് ടൈം. ഈവനിങ് ടൈമിലാണ് അവര് അമിതമായിട്ട് ഫുഡ്സുകൾ കഴിക്കാൻ ആഗ്രഹിക്കുന്നതും അവർക്ക് വിശപ്പ് കൂടുതലുണ്ടാവുന്നതായ ഒരു ടൈമിലായിരിക്കും. ഓക്കെ, അപ്പൊ ആ സമയത്ത് ഒരുപാട് ഭക്ഷണം കഴിക്കുകയും പക്ഷെ എന്താണ് നൈറ്റിൽ എന്താണ് കുട്ടികള് ഭക്ഷണം കഴിക്കാതിരിക്കാത്തതിന്റെ കാരണം അതാണ് അല്ലെ. ചില കുട്ടികൾ രാത്രി അധികം ഭക്ഷണം കഴിക്കില്ല. എന്തുകൊണ്ടാണ്? അതിന് വൈകിട്ട് ആ ഒരു ഈവനിങ് ടൈമിൽ അത്യാവശ്യത്തിന് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. അതിനാൽ തന്നെ എന്താണ് വൈകിട്ട് രാത്രി ആകുമ്പോൾ മാക്സിമം ഫുഡ് വരെ ഒഴിവാക്കും. നിങ്ങൾ വിശന്നിരിക്കുമ്പോഴാണ് ഭക്ഷണം കൊടുക്കേണ്ടത്. Followed by more likable foods. By this age, children are able to feed themselves independently and this should be aided. എന്താണ് പറയുന്നത്? ഈ ഒരു ടൈമിൽ എങ്ങനെയാണ്, ഈ ഒരു ഏജിൽ എങ്ങനെയാണ് കുട്ടികള് സെൽഫായിട്ട് കഴിക്കാനും സ്വതന്ത്രരായിട്ട് സ്വന്തമായിട്ട് കഴിക്കാൻ അവര് തുടങ്ങുന്ന ടൈമാണ്. അവർക്ക് നമ്മൾ കൊടുത്ത് കഴിപ്പിക്കണ്ട, അവരായിട്ട് തന്നെ കഴിക്കും അല്ലെ. അവർക്ക് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് അവര് ഭക്ഷണം കഴിക്കുന്നു അല്ലെ, സ്വന്തമായിട്ട്.
ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ച് അവർക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അറിയാവുന്ന ഒരു കാലഘട്ടമാണ് ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്. Care should be taken to see that meal time are calm. Meal time എങ്ങനെയായിരിക്കണം? മാം എന്തോ ക്ലിയർ കുറവുണ്ട്. ആരോ അൺമ്യൂട്ട് ആക്കിനോ? എന്താണ് ക്ലിയർ കുറവുള്ള പോലെ അൺമ്യൂട്ട് ആക്കിനോ? ആരെങ്കിലും ക്ലിയർ ആവുന്നില്ല? ശരിക്കും ക്ലിയർ അല്ല. ആരോ അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ക്ലിയർ ആവണില്ല മാം പറയുന്നത്. ഇപ്പോഴോ ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞേ. നെക്സ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേ. കെയർ ഷുഡ് ബി ഒന്ന് വായിച്ചേ. ആ പോയിന്റ് തുടങ്ങി ഒന്ന് വായിച്ചേ. Care should be മുതലാണോ? യെസ്. Care should be taken to see that meal times are calm. It is better to serve nutritious snacks in between meals, but children should not be allowed to highlight snacks instead of meals. ഓക്കെ ഓക്കെ, എന്താണ് പറയുന്നത്? Meal times മീൽസ് കഴിക്കുന്നതിന് ഇടയിലായിട്ട് അവർക്ക് സ്നാക്സ് ഒക്കെ കൊടുക്കാം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള. പക്ഷെ മീൽസിന് പകരം ആവരുത്, ഇടയിൽ ചെറിയ രീതിയിൽ കൊടുക്കാം. ഓക്കെ, പിന്നെ എന്താ പറയുന്നത്? ഏത് രീതിയിലുള്ള സ്നാക്സുകൾ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്? ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളത്. ന്യൂട്രീഷ്യസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താം? ഫ്രൂട്ട്സ്, പിന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, നട്ട്സ്, മിൽക്ക് പ്രൊഡക്ട്സുകൾ അല്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ എന്താണ് സ്നാക്ക് ഐറ്റംസിന്റെ കൂടെ ആയിട്ട് നമുക്ക് ആഡ് ചെയ്തിട്ട് കൊടുക്കാനായിട്ട് ചാൻസ് സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് പോയിന്റ് വായിച്ചേ. junk food and too many sweet food should also not be preferred. At the same time, food should not be used as a source of benefit or punishment. എന്താണ് പറയുന്നത്? ജങ്ക് ഫുഡോ അല്ലെങ്കിൽ ജങ്ക് ഫുഡ് ആയിട്ടുള്ളതോ സ്വീറ്റ് ആയിട്ടുള്ള ഫുഡോ എന്നല്ല പ്രിഫർ ചെയ്യണത്, സ്നാക്സ് എന്ന രീതിക്ക്. പിന്നെ അറ്റ് ദ സെയിം ടൈം ഫുഡ് ഷുഡ് നോട്ട് ബി അതായത് ഈ ഒരു ടൈമിൽ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള സ്നാക്സുകൾ ഉൾപ്പെടുത്തുക, അതുപോലെ തന്നെ എന്താണ് ജങ്ക് ഫുഡ് എന്നുള്ള ഒരു ഐറ്റം തന്നെ മാക്സിമം ഒഴിവാക്കുകയും ചെയ്യുന്നത് അല്ലെ? മാത്രമല്ല എന്താണ് ഒരു പണിഷ്മെന്റ് എന്ന രീതിയിൽ കുട്ടികൾക്ക് ഫുഡ് കൊടുക്കരുത് അല്ലെ? ശിക്ഷ എന്ന രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് ഫുഡ് കൊടുക്കരുത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എന്തുകൊണ്ടാണ് പറയുന്നത്? ഫുഡ് കഴിക്കാൻ എപ്പോഴും മൂഡില്ലെങ്കിൽ അവർക്ക് പിന്നെ ഫുഡിനോടൊരു താല്പര്യം ഉണ്ടാവില്ല. എന്നിട്ട് പറഞ്ഞോ, ക്ലിയർ ആയി പറഞ്ഞേ. ഫുഡ് കഴിക്കാൻ മൂഡില്ലാത്ത ടൈമിൽ ഫുഡ് കൊടുക്കുമ്പോൾ അവർക്കത് ഇഷ്ടം ഉണ്ടാവില്ല ഫുഡിനോട്. അതൊരു പണിഷ്മെന്റ് ആയിരുന്നു. മടുപ്പ് തോന്നും. ഭക്ഷണം കഴിക്കാനായിട്ട് മടുപ്പ് തോന്നും. എന്തുകൊണ്ടാണ് മടുപ്പ് തോന്നുന്നത്? അവർക്ക് ആവശ്യമില്ലാത്ത ടൈമിൽ നമ്മൾ നിർബന്ധിച്ച് കൊടുക്കുന്നു. ആവശ്യമില്ലാത്ത ടൈമിൽ, ആവശ്യമില്ലാത്ത സമയത്ത് ഭക്ഷണം കൊടുത്താൽ എന്താണ് അവരത് കഴിക്കില്ല. ഓക്കെ, ഒരു ശിക്ഷ എന്ന രീതിയിൽ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക. നെക്സ്റ്റ് പോയിന്റ് വായിക്കേ. Concern should be taken that the child does not skip breakfast. Children usually enjoy food when all family members, many children in their center eat together. Variety in type, preparation, color, texture, and shape of food also make them feel happy. Washing hands. Okay, ma'am. പറഞ്ഞോ, അതെന്താണ് ആ പോയിന്റ്സ് പറഞ്ഞേ.
നമ്മൾ ഒരിക്കലും ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യരുത്. Yes, very good. നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ ഓൾറെഡി നമ്മൾ ഫാമിലി ആയിട്ട് ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക. Yes. ഫുഡ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വെറൈറ്റി ആയിട്ട് കളറും അതിൻ്റെ ഒരു ഷേപ്പൊക്കെ മാറ്റി ഉണ്ടാക്കുവാൻ ശ്രമിക്കുക. അതൊക്കെ കുട്ടികൾക്ക് ഹാപ്പി ആയിരിക്കും. പിന്നെ വാഷിംഗ് അത്രയല്ലേ വായിച്ചുള്ളൂ. ഓക്കെ, അവിടെ എന്താണ് പറയുന്നത്? ഫുഡ് കഴിക്കുന്ന ടൈമില് അത് എൻജോയ് ചെയ്ത് തന്നെ കഴിക്കണം അല്ലേ? അതിന് ഏറ്റവും നല്ലത് എന്താണ്? നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ തന്നെ ഭക്ഷണം കഴിക്കുക അല്ലേ? അതായത് ഒരു ഡൈനിങ് ടേബിളിൽ എല്ലാവരും ഇരുന്ന് അച്ഛനും അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും കുട്ടികളും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് എന്താണ് നമ്മളതൊക്കെ എന്താ ഒരു ഓണം, ഒരു വിഷു, ഒരു ക്രിസ്മസ് ഒക്കെ വരുമ്പോഴാണ് അത്തരത്തില് എല്ലാവരും കൂടിയിട്ട് ചില ടൈമില് ചില പാരന്റ്സ് ഒക്കെ അങ്ങനെ ഇരിക്കാറുണ്ട് അല്ലെ? പക്ഷെ അത് തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ എന്താണ് കുട്ടികളും കഴിക്കും നമ്മളുടെ കൂടെ തന്നെ അല്ലെ? പ്രത്യേക ദിവസങ്ങളിൽ മാത്രം എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ എല്ലാവരെയും പറയുന്നില്ല. അതുപോലെ സ്പെഷ്യൽ ഡേയ്സിൽ മാത്രം എല്ലാവരും ഒത്തുകൂടി ഇങ്ങനെ ഒരുമിച്ചിട്ട് കഴിക്കില്ല. അല്ലാതെ എന്താണ് കുട്ടികൾക്ക് വേറെ സെപ്പറേറ്റ് ടൈം കൊടുക്കും. അപ്പൊ എന്താണ് അവർ ഒറ്റപ്പെട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ അതിൽ കൂടുതൽ താല്പര്യം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. പക്ഷെ നമ്മുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും എല്ലാവരും കൂടി ഇരുന്നാണ് ഭക്ഷണം കഴിക്കുന്നെങ്കിൽ സംസാരിച്ച് വളരെ സന്തോഷത്തോടെ കഴിക്കുകയാണെങ്കിൽ എന്താണ് അവർ വളരെ എൻജോയ് ചെയ്ത് തന്നെ എന്താണ് ആ ഫുഡ് കഴിക്കാനായിട്ട് അത് കംപ്ലീറ്റഡ് ആയിട്ട് അവർ കഴിക്കുകയും ചെയ്യും അല്ലേ? സംസാരത്തിൽ പോലും അറിയാതെ തന്നെ എന്താണ് കൊടുക്കുന്നതൊന്നും അറിയില്ല. വളരെ സന്തോഷത്തോടെ കുട്ടികൾ അത് കഴിക്കുകയായിരുന്നു ചെയ്യും. പിന്നെ മാത്രമല്ല എന്താണ് മെനി ചിൽഡ്രൻ ഇൻ ദെയർ സെലിബ്രേറ്റ് ഈറ്റ് ടുഗദർ അല്ലെ? ഫാമിലി മെമ്പേഴ്സിന്റെ കൂടെ ഇരുന്ന് ഫാമിലി മെമ്പേഴ്സ് മാത്രമല്ല, നമ്മൾ കണ്ടിട്ടില്ലേ ഇപ്പൊ നമ്മള് കുട്ടികളുടെ കൂടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും വന്നാലും അവരുടെ കൂടെ ഭക്ഷണം കൊടുക്കും. നമ്മൾ കൊടുത്തിട്ട് കഴിക്കാത്ത കുട്ടികള് അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ കൊടുക്കുമ്പോ എന്താണ് അവരുടെ കൂടെ നന്നായിട്ട് ഇരുന്ന് കഴിച്ചോളും അല്ലെ? അങ്ങനെ ഒരു പ്രത്യേകത കണ്ടിട്ടില്ലേ കുട്ടികളിൽ നമ്മള്? അതെ. ഒറ്റയ്ക്ക് കൊടുക്കുമ്പോൾ അവര് കഴിക്കില്ല. പക്ഷെ കൂട്ടത്തിൽ ഇരുന്ന് കൊടുക്കുമ്പോൾ എന്താണ് ഏത് കുട്ടിയാണെങ്കിലും അത് കഴിച്ചോളും. വളരെ സന്തോഷത്തോടെ എൻജോയ് ചെയ്ത് തന്നെ അവര് ഫുഡ് കഴിക്കുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, then variety in type, preparation, color, texture and shape of food also make them feel happy. ഇനി അവർക്ക് എന്താണ് കൂടുതൽ ഹാപ്പിനെസ് കിട്ടുന്നത്? ഏത് തരത്തിലുള്ള ഫുഡ്സ് ടൈപ്പിൽ നിന്നാണ്? അത് ഉണ്ടാക്കുന്ന പ്രിപ്പറേഷൻസ്, അതിന്റെ കളറ്, ടെക്സ്ചർ, അതിന്റെ എല്ലാ തരത്തിലുള്ള ഷേപ്പ് അല്ലെ? ഒരു ഫുഡിന്റെ എല്ലാ തരത്തിലുള്ള ക്വാളിറ്റി കണ്ടിട്ട് അതിന്റെ രൂപകൽപ്പന കണ്ടിട്ടാണ് കുട്ടികൾ അത് ഇഷ്ടത്തോടെ വളരെയധികം ഇഷ്ടത്തോടെ കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അതാണ് അവർക്ക് ഏറ്റവും വലിയ ഹാപ്പിനെസ് ആയിട്ട് തോന്നുന്നത് അല്ലേ? നിങ്ങൾക്കറിയാലോ, നിങ്ങൾ ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഭക്ഷണം കൊടുക്കുമ്പോൾ കുട്ടികൾ അത് ഫുള്ള് കഴിക്കാറില്ലേ? പിന്നെയും ചോദിച്ചു വരാറില്ലേ? ഇനിയുണ്ടോ എന്ന് ചോദിച്ചു വരാറില്ലേ? എന്തുകൊണ്ടാണത്? അവർക്കത് നല്ല ഇഷ്ടമായി ഉണ്ടാവും. യെസ്, അവരത് എൻജോയ് ചെയ്യുന്നതാണ്. അവർക്കത് ഒത്തിരി ഇഷ്ടപ്പെട്ടതിനാലാണ് അത് പിന്നീട് തരാനായിട്ട് ആവശ്യപ്പെടുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഏത് തരത്തിലും വളരെ ടേസ്റ്റി ആയിട്ടും ടെക്സ്ചർ ഷേപ്പിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് കുട്ടികൾ അത് കഴിക്കും. ഓക്കെ, വാഷിംഗ് ഹാൻഡ്സ് ബിഫോർ ആൻഡ് ആഫ്റ്റർ ഈറ്റിംഗ് ആൻഡ് ക്ലീനിങ് ഓഫ് ദ ടീത്ത് ആഫ്റ്റർ സ്ലീപ്പ് ക്യാൻ ബി എയ്ഡഡ്. മറ്റൊരു പ്രധാനം എന്താണ് പറയുന്നത്? ഭക്ഷണം കഴിക്കുന്നതിന് ശേഷം കൈ നല്ലതുപോലെ വാഷ് ചെയ്യണമെന്നാ പറയുന്നത്. ഭക്ഷണത്തിന് മുൻപും അതിനുശേഷം എന്താണ് കൈകള് വൃത്തിയായിട്ട് ശുചിയാക്കണമെന്നാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഓക്കെ, ഭക്ഷണത്തിന് ശേഷം പല്ലുകൾ, പ്രത്യേകിച്ച് പല്ലുകൾ അല്ലേ? പല്ലുകൾ രാത്രി നിങ്ങൾ കുട്ടികളെ കൊണ്ട് ബ്രഷ് ചെയ്യിപ്പിക്കാറുണ്ടോ? ചെയ്യാറുണ്ട്. ഓക്കെ, രാവിലെ ചെയ്യാറുണ്ടോ കുട്ടികളെ? മടിയായിരിക്കും അല്ലേ? ഓക്കെ, children can also be encouraged to share food and not to spill and waste food. എന്താണ് അവിടെ ലാസ്റ്റ് പറയുന്നത്? ഫുഡ് കളയാനും പഠിപ്പിക്കണം. പിന്നെ ഫുഡ് എല്ലാവർക്കും ഷെയർ ചെയ്യാനും കുട്ടികൾ ഫുഡ് ഒരിക്കലും എന്താണ് അല്ലെ പകരം വയ്ക്കാനായിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആൾക്ക് അത് ഷെയർ ചെയ്യാനായിട്ട് അവരെ പറ്റില്ല അല്ലെ? അങ്ങനെയുള്ളൊരു മനോഭാവം കുട്ടികൾ ഉണ്ടാക്കിയെടുക്കുക. അതുപോലെ തന്നെ എന്താണ് ഒരിക്കലും അത് വേസ്റ്റ് ചെയ്യാതെ അല്ലെ?
എന്തൊരു തരം ഭക്ഷണ പദാർത്ഥമായാലും തന്നെ അത് വേസ്റ്റ് ചെയ്യാതെ എന്താണ് അനുയോജ്യമായ വിധത്തിൽ അത് ഉപയോഗിക്കാനായിട്ട് അല്ലെങ്കിൽ ഭക്ഷിക്കാനായിട്ട് അവരെ പ്രിപ്പയർ ചെയ്യണം. മാത്രമല്ല മറ്റുള്ളവർക്ക് അത് ഷെയർ ചെയ്യാനും കൂടിയുള്ള ഒരു മനോഭാവം കുട്ടികളില് ഉണ്ടാക്കിയെടുക്കേണ്ടതും അത്യാവശ്യമാണ്. ഓക്കെ മാം, നമ്മള് പഠിക്കുന്ന കാലത്തെല്ലാം നമ്മള് ലഞ്ച് ആണെങ്കിലും കറി ആണെങ്കിലും ഷെയർ ചെയ്തിട്ടായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പത്തെ സ്കൂളില് ഷെയർ ചെയ്യുമ്പോ സ്നാക്സ് പോലും ഷെയർ ചെയ്തെന്നാ പറയണ സ്കൂളില്. ഇത് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഒരു സംഭവം വന്നത് ഓർമ്മയില്ലേ? എന്ത് സംഭവമാണ് ഉണ്ടായത്? കൊറോണ കൊറോണ വന്നതിന് ശേഷമാണ് കുറച്ചുകൂടി റെസ്ട്രിക്ഷൻസ് വന്നത്. കുറച്ചുകൂടി അല്ല, റെസ്ട്രിക്ഷൻസ് വന്നത് അതിന് ശേഷമാണ് അല്ലെ? അതായത് നമുക്കറിയാലോ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു രോഗമായിരുന്നു എന്താ കൊറോണ എന്ന് പറയുന്നത് അല്ലെ? അപ്പൊ അതും മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എത്ര നാള് സ്കൂളുകളൊക്കെ അടച്ചിട്ടിരുന്നു അല്ലേ? കുട്ടികളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ പകരാനായിട്ട് ചാൻസ്. അവര് നമ്മളെ പോലൊന്നും ആരും കെയർ ചെയ്യില്ല. അപ്പൊ അതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു റെസ്ട്രിക്ഷൻസ് കൊണ്ടുവന്നത്. പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി വരുന്നുണ്ട് അല്ലെ? അങ്ങനെയൊന്നുമില്ല. എങ്കിലും ചില സ്കൂളുകളിൽ ചിലപ്പോൾ സ്ട്രിക്റ്റഡ് ആയിട്ട് ചിലപ്പോ അങ്ങനെ സ്നാക്സുകൾ എന്താ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഹൈജീന്റെ ഭാഗമായി ഹൈജീനിക്കിലാണ്, സ്കൂൾ ഹൈജീനിക്കിന്റെ ഭാഗമായിട്ട് അത് ശ്രദ്ധിക്കുന്നുണ്ടാവും നോക്കി. ഇപ്പൊ കൊറോണ ഇല്ലാന്നുള്ളു ടീച്ചർ, വൈറൽ ഫീവർ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എങ്ങനെ ബാധിക്കുമല്ലോ? നമുക്ക് ഈ കൊറോണ വന്ന ടൈമിലാണ് ഇത്തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് ആദ്യമേ വന്നു തുടങ്ങിയത്. അതിന് മുമ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ അല്ലേ? എങ്ങനെ പ്രതിരോധിക്കാന്നുള്ള പഠിച്ചു. മുമ്പ് മുതലേ കോൺവെന്റ് സ്കൂൾ ഇംഗ്ലീഷ് മീഡിയം എന്നൊക്കെ പറയില്ല, അവിടെയൊക്കെ ഇതുപോലെ ഫുഡ് ഷെയർ ചെയ്യാൻ സമ്മതിക്കാറില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. സ്കൂളുകളിലുണ്ട്, ശരിയാണ് പറഞ്ഞത് കേട്ടോ. ചില സ്കൂളിൽ ഭയങ്കര സ്ട്രിക്റ്റഡ് ആണ്. പക്ഷെ എന്താണ് അതൊരു എന്താ പറയാ, കുട്ടികളുള്ളൊരു ആ ഒരു എന്താ പറയാ, ഒരു നല്ലൊരു ശീലം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ? ഷെയർ ചെയ്യാനുള്ളത്. ഇപ്പൊ അവർക്ക് ഫുഡ് മാത്രമല്ല മറ്റൊന്നും ഷെയർ ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. കുഞ്ഞിലെ തുടങ്ങി ചെറുപ്പം മുതലേ നമ്മളത് പഠിച്ചാൽ മാത്രമേ ചിലപ്പോ വലുതായാലും ആ ഒരു ശീലം ഉണ്ടാവുക. ഇന്നത്തെ കുട്ടികൾ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. നിങ്ങളുടെ വീട്ടിലുള്ളപ്പോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഷെയർ ചെയ്യണമെന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ വീട്ടിൽ ഫാമിലി മെമ്പേഴ്സ് ആയിട്ട് തന്നെ ഷെയർ ചെയ്യും. സ്കൂളിൽ വേണ്ട, സ്കൂളിൽ റെസ്ട്രിക്ഷൻ ആണെങ്കിൽ വേണ്ട, നമ്മളെ വീട്ടിൽ ഷെയർ ചെയ്യാനായിട്ട് പഠിക്കും. മാം, ഞാൻ കാര്യം പറയട്ടെ, ഇന്ന് എടുക്കണ്ടോ അതോ സന കേൾക്കുന്നില്ല കേട്ടോ. ഇന്ന് പുതിയ ചാപ്റ്റർ ഏതെങ്കിലും എടുക്കണ്ടോ? കുട്ടി കരയുണ്ടായിരുന്നു, ലീവ് ചെയ്യാൻ നോക്കാനായിരുന്നു. ചെയ്യുന്നുണ്ടോ പുതിയ ചാപ്റ്റർ? ഞാൻ സ്റ്റാർട്ട് ചെയ്യാനാ വിചാരിച്ചത്. നെക്സ്റ്റ് ക്ലാസ്സിൽ മതിയോ പുതിയ ചാപ്റ്റർ? നിങ്ങൾ എന്താ പറയുന്നേ? നമുക്ക് ഈ ചാപ്റ്റർ ഒന്നും കൂടി കൺസോൾഡേറ്റ് ചെയ്തൊന്ന് നോക്കിയാലോ? എന്തൊക്കെ ഈ പല ചാപ്റ്റർ നമ്മൾ നോക്കിയെന്ന്. മാം, ഞാൻ ലീവ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ നമ്മള് ഇത്രയും ദിവസം എന്താണ് ഒരു ഹെൽത്ത് കെയറിലേക്ക് കൂടിയാണ് കടന്നുപോയത് അല്ലെ? എന്തൊക്കെ ഭാഗങ്ങൾ നമ്മൾ അതിൽ നോക്കി? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചില്ലല്ലോ. ഏതൊക്കെ രോഗങ്ങളാണ് രോഗങ്ങൾ വരുമെന്നും ആ രോഗങ്ങൾക്ക് നമുക്ക് എന്തൊക്കെ ഓരോ ഭാഗമായിട്ട് നോക്കാം. ഇതുമായി ബന്ധപ്പെട്ട 10 ക്വസ്റ്റ്യൻസ് ടീച്ചർ ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടും കേട്ടോ. അപ്പൊ നിങ്ങൾ അത് പഠിക്കാം, ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകൾ. ഫസ്റ്റ് നമ്മൾ എന്താണ് നോക്കിയത്? ഇതിലുണ്ടാവാൻ സാധ്യതയുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും തരണം ടീച്ചർ. തരാം. നിങ്ങൾ പേടിക്കുന്നുണ്ട്, അത്ര പാടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാം സിമ്പിൾ ആയിട്ടുള്ളൂ. ഓക്കെ, നമ്മൾ ആദ്യം എന്താണ് നോക്കിയത്? ഇമ്മ്യൂണൈസേഷൻ അല്ലേ? ഇമ്മ്യൂണൈസേഷന്റെ ഭാഗമായിട്ട് എന്തെല്ലാം നോക്കി പറഞ്ഞേ? അതില് ഓരോ രോഗങ്ങൾക്കുള്ള എന്താ പറയാ വാക്സിനേഷനെ കുറിച്ചൊക്കെ പഠിച്ചു. ഓക്കെ, എന്താണ് DPT എന്ന് പറഞ്ഞാല്? ഡിഫ്തീരിയ, പെർtussis ആൻഡ് ടെറ്റനസ്. ഓക്കെ, ഡിഫ്തീരിയ എന്ന് അറിയാവുന്ന പോലെ ഒന്ന് പറഞ്ഞു. എന്താണ് ഡിഫ്തീരിയ? ഡിഫ്തീരിയ എന്ന് പറഞ്ഞാൽ കൊറേൻ ബാക്ടീരിയ വഴിയാണ് ഈ ഡിഫ്തീരിയ ഒരാൾക്ക് ഉണ്ടാവുന്നത്. തൊണ്ടയിലും മൂക്കിലും ശ്ലേഷ്മ ചർമ്മത്തിലും ഉണ്ടാവുന്ന ബാക്ടീരിയ ബാധിച്ചുണ്ടാവുന്ന ഒരു അസുഖമാണ് ഈ ഡിഫ്തീരിയ. അത് അതിന്റെ ചുമ എന്നറിയപ്പെടുന്നതിനെയാണ് പെർtussis എന്ന് പറയുന്നത്. ഇത് ബ്രോട്ടല്ല എന്നുള്ള ഒരു രോഗാണുവാണ് ഇത്
കൊണ്ടുവരുന്നത്. ഇത് വരണ്ട ചുമ അതാ വൂഫിംഗ് കഫ് എന്നും അറിയപ്പെടുന്നു. ഇത് 5-10 ദിവസങ്ങളിൽ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും എത്തി നമുക്ക് രോഗലക്ഷണങ്ങൾ ഉണ്ടാവുന്നത്. പിന്നെ ഇത് ടെറ്റനസ് അഥവാ ലോക്ചോ. എന്താണ് ടെറ്റനസ്? പറയാത്തവര് തന്നെ പറയട്ടോ. പറഞ്ഞവര് തന്നെ പറയല്ലേ, പറയാത്തവര് പറയൂ. മണ്ണിലൂടെയാണ് ഈ ബാക്ടീരിയ പകരുന്നത്. ക്ലോസ്ട്രെറ്റിനിയം ടെറ്റിനിയ എന്നൊരു ബാക്ടീരിയ ആണ് ഇതിന്റെ പേര്. പേശി തന്തുക്കളുടെ ദീർഘകാല സങ്കോചമൊക്കെ മൂലം ഉണ്ടാകുന്ന ഒരു രോഗാവസ്ഥയാണ് ടെറ്റനസ്. ഇതിന് കുതിരസന്ധി എന്ന് പറയും, ലോക്ക് ജോ എന്ന് പറയും ഇംഗ്ലീഷില്. എന്നുവെച്ചാൽ പാശ്ചാത്യ രാജ്യങ്ങളാണ് അങ്ങനെ അറിയപ്പെടുന്നത് ലോക്ക് ജോ എന്ന്. ടെറ്റനസ് എന്ന കുത്തിവയ്പ്പാണ് എടുക്കുന്നത്. ഫസ്റ്റ് ഡോസേജ് ഏത് ടൈമിലാണ് നമ്മൾ കൊടുക്കുന്നത്? ഫസ്റ്റ് ഡോസേജ് 6 week old. 6 മാസം ഉള്ളപ്പം, അല്ല സോറി 6 വീക്ക് 6 ആഴ്ച ഉള്ളപ്പോ നമ്മൾ ഫസ്റ്റ് ഡോസ് കൊടുക്കും. അതിനുശേഷം അത് സെക്കൻഡ് ഡോസ് നമ്മൾ 10 ആഴ്ച ആവുമ്പം സെക്കൻഡ് ഡോസ് കൊടുക്കും. തേർഡ് ഡോസ് ഒരു 14 ആഴ്ചയാവുമ്പം മൂന്നാമത്തെ ഡോസ് കൊടുക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ബൂസ്റ്റർ ഡോസ് കൊടുക്കും 18 മന്തും പിന്നെ 4.5 വയസ്സാവുമ്പോഴും. പോളിയോമൈലിറ്റിസ് എന്താണ്? ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോയാൽ മതി കേട്ടോ. പിള്ളവാതം 5-ൽ താഴെയുള്ള കുട്ടികളാണ് കൊണ്ടുവരുന്നത്. അത് പോളിയോ മൂലമാണ് വരുന്നത്. അതിന് വരുമ്പോൾ ബുദ്ധി കുറവ്, സംസാര വൈകല്യം ഉണ്ടാവും, പിന്നെ കൈകാലുകൾ സ്വാധീനം ഒക്കെ കാണും. ഫസ്റ്റ് ഡോസ് വന്ന് 2 മാസത്തിലാണ്, സെക്കൻഡ് ഡോസ് 4 മാസം, മൂന്നാമത്തെ ഡോസ് 6 to 18 months ആണ്. പിന്നെ 4 to 6 ബൂസ്റ്റേഴ്സ് 4 to 6 ഇയറിൽ ബൂസ്റ്റർ ഉണ്ട്. ഇതെല്ലാമാണ് അതിന്റെ വാക്സിനേഷൻ. ഏക മാർഗം വാക്സിനേഷൻ മാത്രമാണ് തടയാനുള്ള ഏക മാർഗം. Measles. Measles. 5-ാം പനി റുബെല്ല. ആരാണ് പറയുന്നത്? മീസിൽസ് എന്ന് പറയുന്നത് 5-ാം പനിയാണ്. അതിന് മംസ് MMR വാക്സിനാണ് എടുക്കണത്. മംസ് മീസിൽസ് പേര് സൈനുൾ അബിക്സിനോ അങ്ങനെ തന്നെയാണോ? അവര് നിർത്തിപ്പോയി. മാം പേരെന്താണെന്ന് ചോദിച്ചത്. സൈനുൾ അങ്ങനെയാണോ? റസിയാന്നാണ്. പേര് കണ്ടിട്ടില്ല, അതൊന്ന് ചോദിച്ചതാണ്. പറഞ്ഞ മീസിൽസ് ഉണ്ടാവും. മീസിൽസിന്റെ വേറൊരു നെയിമാണ് റൂബിയോള. മീസിൽസ് എന്ന് പറയുന്നത് ഒരു ഇൻഫെക്റ്റഡ് ഡിസീസ് ആണ്. അതിനുള്ള വാക്സിൻ എന്ന് പറയുന്നത് MMR ആണ്. മംസ് മിസിൽസ് റുബല്ല എന്ന് പറയുന്ന വാക്സിൻസ് ആണ്. അത് ബിറ്റ്വീൻ ദ ഏജ് 9 and 12 months ആണ് വാക്സിന്റെ സമയം എന്ന് പറയുന്നത്. പിന്നെ അതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഫീവർ, കഫ്, ജോയിന്റ് പെയിൻ ഉണ്ടാവും, പിന്നെ സ്കിന്നില് റാഷസ് ഒക്കെ വരും. അടുത്താള് പറഞ്ഞേ. 67 സ്റ്റുഡൻസ് ഉണ്ട് നമ്മൾ, അപ്പൊ എല്ലാവർക്കും പറയാം. പറഞ്ഞോ അടുത്താള്. റുബെല്ല അഥവാ ജർമ്മൻ മീസിൽസ് ഇതൊരു പകർച്ചവ്യാധിയായ വൈറൽ രോഗമാണ്. റുബെല്ല ഇതിന്റെ ഒരു ചുവന്ന ചുടങ്ങ് പോലെ ആയിട്ടാണ് ഈ രോഗം കണ്ടുവരുന്നത്.
ഇതിന് 1.5 വയസ്സ് 1.5 years ഓൾഡ് ആകുമ്പോഴാണ് ഇതിനുള്ള ഇതിനായിട്ടുള്ള കുത്തിവെപ്പ് എടുക്കുന്നത്. മംസ് എന്ന് പറയുന്നത് നമ്മുടെ താടിയിലും ഇരുവശത്തായിട്ടും കാണപ്പെടുന്നതാണ്. അത് തുടങ്ങിക്കഴിഞ്ഞാൽ 2 മുതൽ 3 ആഴ്ചക്കുള്ളിൽ ലക്ഷണങ്ങൾ കാണിക്കും. MMR വാക്സിൻ ആണ് ഇതിനെടുക്കുക. അതിന്റെ ബൂസ്റ്റർ ഡോസ് നൽകുക 12 years ഓൾഡ് ഉള്ളപ്പോഴാണ്. പിന്നെ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികൾക്ക് ഇത് വന്ന് വളരെ ഡേഞ്ചർ ആണ്. അവർക്ക് വന്ധ്യത വരെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ മനസ്സിലായ കാര്യങ്ങളല്ലേ പറയുന്നത്? അതെ അതെ. ചെവിയുടെ ഇരുവശത്തായിട്ടും വരും. പിന്നെ ഗ്രന്ഥികളിൽ ഉമിനീർ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് മൂലം ഉണ്ടാകും. വാക്സിനേഷന്റെ ചാർട്ട് എടുത്തേ. ഓക്കെ, ടൈഫോയിഡ് എന്തിനു വേണ്ടിയിട്ടാണ്? ടൈഫോയിഡ് ഒരു ബാക്ടീരിയ ടൈഫോയിഡ്. ടൈഫോയിഡ് പരത്തുന്നത് സാൽമണല്ല ടൈഫി എന്ന് പറഞ്ഞ ബാക്ടീരിയയാണ് ബാക്ടീരിയയുടെ പേരാണ് പറഞ്ഞേ. സാൽമണല്ല ടൈഫി. വെരി ഗുഡ് മാം. ഈ മാം, ഇതിനെ വിഷജ്വരം എന്നും അറിയപ്പെടുന്നു. ടൈഫോയിഡിന് വെള്ളത്തിലൂടെ പകരുന്നു. ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പകരുന്ന, ഈച്ചയിലൂടെയും പകരാം. ടൈഫോയിഡ് എന്റെ മോക്ക് ഇപ്പൊ വന്നിട്ട് പോയതേ ഉള്ളു മാം. ഇപ്പൊ ഒരു 2 ആഴ്ചക്ക് മുന്നേ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു മോള്. ഇപ്പൊ ഓക്കെ ആയി. ആള് ഓക്കെ ആയി. ഇപ്പം ആന്റിബയോട്ടിക് ലക്ഷണങ്ങൾ ഫസ്റ്റ് ആള് വൊമിറ്റിങ്ങും ഭയങ്കര പനിയും ശ്വാസം എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്ന് തന്ന് വീട്ടിൽ വന്നിട്ടും ഇതേ കണ്ടീഷനായി കൊണ്ടുപോയപ്പോ അവർ അഡ്മിറ്റ് ചെയ്ത് ബ്ലഡ് ചെക്ക് ചെയ്തപ്പോഴാ പറഞ്ഞ ഇതാണെന്ന് ടൈഫോയിഡ്. അത് പിന്നെ അവര് മരുന്ന് ആന്റിബയോട്ടിക്കുകളൊക്കെ തന്ന് ആന്റിബയോട്ടിക് ഇഞ്ചെക്ട് ചെയ്ത് ഒരാഴ്ച വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്ന ആള്. വയറുവേദനയും ലൂസ് മോഷനൊക്കെ ഉണ്ടായിരുന്നു. അത് അവള് ജ്യൂസ് ഐറ്റംസ് കുടിക്കുമായിരുന്നു. പുറത്തുനിന്ന് നമ്മൾ ജ്യൂസ് മേടിച്ചു കൊടുത്ത് അതിലെന്തോ സംഭവിച്ചതെന്നാ ഡോക്ടർ പറഞ്ഞത്. ഇനി ജ്യൂസെന്നോ ഫുഡെന്നോ സംഭവിച്ചതെന്നാ ഡോക്ടർ പറഞ്ഞത്. അവള് പുറത്തുനിന്ന് ജ്യൂസ് 2 ദിവസം ഞങ്ങൾ അടുപ്പിച്ച് മേടിച്ചു കൊടുത്തായിരുന്നു. പുറത്ത് കുപ്പിവെള്ളം, മാംഗോ വെള്ളം അതിന്നാ വന്നേന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. ഇപ്പൊ 2 ആഴ്ച ആള് അതിനുശേഷം പിന്നെ ഫുഡ് ഐറ്റംസ് നോക്കി കൺട്രോൾ ചെയ്ത. നമ്മള് നോൺ വെജ് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ലായിരുന്നു. ഈ വന്ന് 2 ആഴ്ച നോൺ വെജ് ഫുഡൊന്നും കൊടുക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. TB അസുഖം പ്രൊട്ടക്ട് ചെയ്യാനാണ് BCG ജനിച്ച ഉടനെയാണ് എടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി, ജോണ്ടിസ് വരാതിരിക്കാൻ വേണ്ടിയിട്ട്. മഞ്ഞപ്പിത്തത്തിനെതിരെ എടുക്കുന്നത്. പോളിയോ ഡിഫ്തീരിയയും വരാതിരിക്കാൻ വേണ്ടിയിട്ട്. പോളിയോ ആൻഡ് ഡിഫ്തീരിയ. ഓക്കെ, അതിന് ഓരോരോ ഡോസുകൾ പറയുന്നുണ്ട് അല്ലെ? സെക്കൻഡ് ഡോസ് ഉണ്ട്, തേർഡ് ഡോസ് ഉണ്ട്. ഓക്കെ, ചാപ്റ്റർ നിങ്ങൾക്ക് ക്ലിയർ അല്ലേ? എല്ലാ വാക്സിനേഷനും ഹെൽത്ത് ചെക്ക് ഏതൊക്കെ കാര്യങ്ങൾ ചെക്ക് ചെയ്യണമെന്നാണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? പൾസ്, ഹൈറ്റ്, വെയിറ്റ്, പ്രഷർ, ഷുഗർ,
പ്രഷറും ഷുഗറോ? കൊളസ്ട്രോൾ. ആ, എന്തിനു വേണ്ടിയിട്ടാണ് റെഗുലർ ചെക്കപ്പ് നമ്മൾ ചെയ്യുന്നത്? ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ മുൻകൂട്ടി അറിയാനായിട്ട്. ഓക്കെ. Then safety. Safety. കുട്ടികളുടെ സുരക്ഷയ്ക്ക് ആ, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞത്? ഏതെങ്കിലും 2 പോയിന്റ്സ് പറഞ്ഞേ. കുട്ടികൾക്ക് കിട്ടുന്നിടത്ത് ഈ കെമിക്കൽസ്, പോയിസൺ അങ്ങനത്തെ സംഭവങ്ങളൊന്നും വെക്കാതിരിക്കുക. തറയിലൊന്നും വെള്ളം വീഴാതെ നോക്കുക. തീ പിടിക്കാൻ മരുന്ന് സാധ്യത കുട്ടികൾക്ക് കിട്ടുന്ന വിധത്തിൽ വെക്കാതിരിക്കും. ഇലക്ട്രിക് വയറുകൾ ഇലക്ട്രിക് വയറുകള് ഓക്കെ ഓക്കെ. പിന്നെ എന്തൊക്കെയാണ്? ഗ്ലാസ് Risky games. ഐറ്റംസ് കുട്ടികളെ പിന്നെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും ആക്സിഡൻസ് പറ്റിക്കഴിഞ്ഞാൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനായിട്ട്. ശരി. Then food and nutritional needs. 0 to 3 years വരെയുള്ള കുട്ടികളില്, അതുപോലെ 3 to 6 years വരെയുള്ള കുട്ടികളില് ഏത് തരത്തിലുള്ള ന്യൂട്രീഷൻസ് ആണ് ആവശ്യമായി വരുന്നത്? 3 to 0 വരെ മുലപ്പാൽ മാത്രം നൽകുക. 3 to 6 വരെ കുറുക്കുകളൊക്കെ കൊടുക്കാം. എന്ത് തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഉൾപ്പെടുത്തേണ്ടത്? ന്യൂട്രീഷണൽ ഫുഡ്സ്, വൈറ്റമിൻസ്, ഹെൽത്തി ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ്. ന്യൂട്രീഷ്യസ് ഫുഡ്സുകൾ ഉൾപ്പെടുത്തുക. ഓക്കെ. എന്തിനു വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഫുഡ്സുകൾ നമ്മൾ ഉൾപ്പെടുത്തുന്നത്? നോർമൽ ആയിട്ടുള്ള വെയിറ്റ് ആൻഡ് ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാം. പിന്നെ ഐ പ്രൊട്ടക്ഷൻ, അതുപോലെ എല്ലാത്തിനും ന്യൂട്രീഷൻസ് ആവശ്യമാണ്. പ്രതിരോധ ശേഷിക്ക്. ചാപ്റ്റർ കഴിഞ്ഞിട്ട് പിന്നെ വായിച്ചു നോക്കിയില്ല അല്ലെ? ഒരു കുട്ടിയുടെ എന്താ ആവശ്യമായിട്ടുള്ള ഇങ്ങനെയുള്ള കുട്ടികൾ നല്ല ഉത്സാഹത്തോടും പ്രസരിപ്പോടും കൂടിയിട്ട് ഇരിക്കും. ന്യൂട്രീഷൻസ് ഉള്ള ഫുഡ് കിട്ടുന്ന കുട്ടികളുടെ ശാരീരിക ലക്ഷണങ്ങൾ എങ്ങനെയാണ്? നല്ല എനർജറ്റിക് ആയിരിക്കും. ടീത്ത് നല്ല വൈറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കും. ഹെയർ ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. പിന്നെ നല്ല തിളക്കമുള്ളതായിരിക്കും. ബ്രൈറ്റ്. Then dietary requirements. എന്താണ് ഭക്ഷണങ്ങളുടെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? ഓരോ ആ കുട്ടിയുടെ വളർച്ചയിൽ, ശരീര വളർച്ചയിൽ ആവശ്യമായിട്ടുള്ള എന്താ പ്രോട്ടീൻസും എല്ലാതും കിട്ടിയിട്ടുള്ള ന്യൂട്രീഷൻ അടങ്ങിയിട്ടുള്ള എല്ലാ ഫുഡുകളും കിട്ടണം. ഒരു ദിവസം എനർജി എന്ന് പറയുന്നത് ഒരു ദിവസം ഇത്ര കലോറി, അതായത് 1260 സംതിങ് കലോറി എന്താ കുട്ടികൾക്ക് ആവശ്യമാണ്. ഊർജ്ജം ആവശ്യമാണ്. പിന്നെ പ്രോട്ടീനും ആവശ്യമാണ്. അതിനായിട്ട് നമ്മള് എന്താ പാല്, അതുപോലെ ഈ 3 to 6 വയസ്സായിട്ട് വരെയുള്ള കുട്ടികൾക്ക് നമ്മള് എന്താ നല്ല കാൽസ്യം, അതുപോലെ വിറ്റാമിൻ ഒക്കെ അടങ്ങിയ ഭക്ഷണം കൊടുക്കണം. അതിന് എന്താ പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പോൾ പച്ചക്കറികൾ ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ പാലൊക്കെ പറഞ്ഞ ചില കുട്ടികൾ കുടിക്കൂല. അങ്ങനെ പാല് കുടിക്കാത്ത കുട്ടികൾക്ക് നമ്മള് പാലിന്റെ തന്നെ വേറെ ഉൽപ്പന്നങ്ങളായിട്ടുള്ള എന്താ കേടാക്കിയിട്ടോ അല്ലെങ്കിൽ എന്താ കസ്റ്റാർഡ് ആക്കിയിട്ടോ അങ്ങനെയൊക്കെ അവര് പാല് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ പാല് കൊടുക്കാൻ ശ്രമിക്കണം. പിന്നെ പുളിപ്പുള്ള ഫ്രൂട്ട്സ് ഒക്കെ കൊടുക്കാൻ ശ്രമിക്കണം. അതുപോലെ റൈസ്,
റൈസ്, വീറ്റ് അങ്ങനത്തെ അതൊക്കെ അവർക്ക് അങ്ങനെയുള്ള ഫുഡൊക്കെ അവർക്ക് കൊടുക്കാം. വിറ്റാമിൻ എ ഒക്കെ കണ്ണിന് അതായത് നല്ലത്. നമ്മള് പ്രോട്ടീൻസും വൈറ്റമിൻസും കാൽഷ്യം, ഫോസ്ഫറസ്, അയഡിൻ, അയൺ ഇത്തരം സംഭവങ്ങൾ എന്താണ് എല്ലാ ദിവസവും റുട്ടീൻ ആയിട്ട് തന്നെ കുട്ടികളിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കണം എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, ഫ്രൂട്ട്സ് അല്ലെ, സിട്രിക് ആയിട്ടുള്ള ഫ്രൂട്ട്സ്, പുളിയുള്ള ഉൽപ്പന്നങ്ങൾ, പുളിയുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ തന്നെ മിൽക്ക് പ്രൊഡക്ട്സുകളൊക്കെ എന്താണ് അതുപോലെ തന്നെ എന്താണ് ഒന്നിച്ച് കൊടുക്കാതെ അവർക്ക് തവണയായിട്ടൊക്കെ കൊടുക്കുക. ഒന്നിച്ച് ഒരേ സമയം കൊടുക്കാതെ ഒരു ചാർട്ടർ ഉണ്ടാക്കിയിട്ട് ആവശ്യമായവർക്ക് ഒരു 5-6 തവണ ഒക്കെ ആയിട്ട് അങ്ങനെ കൊടുക്കാൻ ശ്രമിക്കാം. പിന്നെ ഇലക്കറികളൊക്കെ കൊടുക്കുക, പിന്നെ മുളപ്പിച്ച പയറുവർഗ്ഗങ്ങൾ പയറ്, ഇലക്കറികള് അല്ലെ, ഇത്തരം ഐറ്റംസുകളൊക്കെ ഫുഡിൽ ഉൾപ്പെടുത്തുന്നത് അത്യാവശ്യമാണ്. ഓക്കെ, ഏകദേശം നിങ്ങൾ ഈ ചാപ്റ്ററിൽ ഓക്കെ അല്ലേ? എല്ലാ ഭാഗങ്ങളും നിങ്ങൾ ക്ലിയർ ആയിട്ടല്ലേ പോയിരിക്കുന്നത്? ക്ലിയർ ആണ്. മാമിന്റെ നെക്സ്റ്റ് ചാപ്റ്റർ ഏതായിരിക്കും? നമ്മള് ഹെൽത്ത് ആൻഡ് ഹൈജീൻ, മെന്റൽ ഹെൽത്ത് ചെറിയ ചാപ്റ്ററാണ്. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ എന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നിങ്ങള് നമ്പർ യൂണിറ്റ് 6 ആണ്, പാർട്ട് 1 യൂണിറ്റ് 6. നിങ്ങൾ ഈ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് വരാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരാം കേട്ടോ. നമുക്ക് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, MCQ ഹലോ, കേൾക്കുന്നുണ്ടോ? മാം കേൾക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഈ ഫസ്റ്റ് പേജ് മാത്രം കേട്ടോ, എന്താണ് മെന്റൽ ഹെൽത്ത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് നിങ്ങൾ അത് വായിച്ചു നോക്കുക. അപ്പൊ നിങ്ങളുടേതായി മനസ്സിലായ രീതിയിൽ ഇംഗ്ലീഷിലോ മലയാളത്തിലോ നിങ്ങൾ അതൊന്ന് എഴുതി നോക്കുക. എന്താണ് മെന്റൽ ഹെൽത്ത് എന്നൊരു ഡെഫിനേഷൻ നിങ്ങൾ സ്വന്തമായി ഒരെണ്ണം കണ്ടെത്തുക. നിങ്ങളുടേതായ രീതിയിൽ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഇംഗ്ലീഷിലോ മലയാളത്തിലോ എങ്ങനെ വേണമെങ്കിലും കേട്ടോ, ഒരു ഡെഫിനേഷൻ സ്വന്തമായി തയ്യാറാക്കാം. ഓക്കെ, എങ്ങനെ മനസ്സിലായില്ല ടീച്ചർ? നമ്മുടെ ഇവിടെ ഒരു പാരഗ്രാഫിൽ ഇൻട്രൊഡക്ഷൻ ഭാഗം കൊടുത്തിട്ടുണ്ട്. അവിടെ എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് അവിടെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അത് വായിച്ചിട്ട് ഓൾറെഡി നിങ്ങൾക്ക് അത് വായിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ മനസ്സിലാവുന്ന കാര്യം അത് നിങ്ങൾ നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി പോലെ എഴുതി വെക്കുക കേട്ടോ. മനസ്സിലായോ? വാട്ട് ഈസ് മെന്റൽ ഹെൽത്ത്, അതിനൊരു ഡെഫിനിഷൻ കണ്ടെത്തുക. മനസ്സിലായോ? നോട്ട്ബുക്കിൽ ഓക്കെ. പിന്നെ ബെനിഫിറ്റ് എഴുതണോ? ഇല്ല, എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു 1-2 വാചകമോ 3-4 വാചകമോ എങ്ങനെ വേണമെങ്കിലും കേട്ടോ, ഒരുപാടൊന്നും വേണ്ട, നിങ്ങൾക്ക് മനസ്സിലായ കാര്യങ്ങൾ മാത്രം. ഓക്കെ, അവിടെ അല്ലാതെ തന്നെ വേറൊരു സൈക്കോളജിസ്റ്റിന്റെ ഡെഫിനിഷൻ അവിടെ കൊടുത്തിട്ടുണ്ട്, അതും വായിക്കാം. നിങ്ങൾ സ്വന്തമായ ഡെഫിനിഷൻ ഉണ്ടാക്കുക, എന്നിട്ട് എന്താണ് മെന്റൽ ഹെൽത്ത് എന്ന് കേട്ടോ. പോയിന്റ്സോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് മാത്രം മതി, അല്ലെ ഹൈജീൻ ആയിട്ടുള്ള ബന്ധത്തെ കുറിച്ച് അതും വേണോ? വേണ്ടടോ, എന്താണ് മെന്റൽ ഹൈജീൻ എന്ന് മാത്രം മനസ്സിലായത്. മാം, ഞങ്ങൾക്ക് ശരണ്യ മിസ് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്ക് ടോപ്പിക്കേ മാം ഇതിൽ ക്ലാസ് റൂമിൽ ഇട്ടില്ല. അപ്പൊ ക്ലാസ് റൂമിൽ ഇടുമ്പോഴേ നമുക്ക് അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. 24-ന് സബ്മിറ്റ് ചെയ്യണമെന്ന്. മാമിന്റെ ക്ലാസ്സിന് 24-ാം തീയതി ഉള്ളൂ. അതിന് മുന്നേ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. ക്ലാസ് റൂമിൽ ടോപ്പിക് ഇട്ടില്ലായിരുന്നു. ടോപ്പിക് തന്നിട്ടില്ല അസൈൻമെന്റിന്? ആ ടോപ്പിക് തന്നു, പക്ഷെ ഇട്ടില്ലായിരുന്നു. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ പറയുന്നത്. മാം, നമുക്ക് ശരണ്യ മിസ് ഒരു അസൈൻമെന്റ് തന്നിട്ടുണ്ടായിരുന്നു. ടോപ്പിക് നമുക്ക് ക്ലാസ്സിൽ പറഞ്ഞു പോയതായിരുന്നു. സബ്മിറ്റ് ചെയ്യാൻ 24-ാം തീയതി പറഞ്ഞു. ഇനി നെക്സ്റ്റ് ക്ലാസ് 24-ാം തീയതി ഉള്ളത് നമുക്ക്. മാം അവരോട് പറഞ്ഞിട്ട് അത് ക്ലാസ് റൂമിൽ ഇടാൻ പറയണമെന്നാണ് പറഞ്ഞത്. ക്ലാസ് റൂമിലല്ലേ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? പക്ഷെ ക്ലാസ് റൂമിൽ ക്വസ്റ്റ്യൻ ഇട്ടാലേ അപ്ലോഡ് ചെയ്തിട്ടില്ല. ക്ലാസ് റൂമിൽ ഇട്ടിട്ടില്ല ടീച്ചർ. മാം, അസൈൻമെന്റിലുള്ള ടോപ്പിക്കേ ക്ലാസ് റൂമിൽ ഇടലുണ്ട്. അത് ഈ ലീവ് തരുന്നതിന്റെ മുന്നേ ഞങ്ങൾക്ക് തന്നതായിരുന്നു ടോപ്പിക്. മാം പറഞ്ഞു തന്നിട്ടുണ്ട്.
പക്ഷെ ഞങ്ങള് പലരും വർക്ക് ചെയ്യുകയും ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണമെങ്കിലേ എന്താ ക്ലാസ് റൂമിൽ അതിന്റെ ടോപ്പിക് അവർ ഇട്ടരണം. അസൈൻമെന്റ് ടോപ്പിക് പറഞ്ഞിട്ടാണ് അതുവഴി ഞങ്ങൾ സബ്മിറ്റ് ചെയ്യല്. അസൈൻമെന്റ് ടോപ്പിക് ഇടാൻ പറഞ്ഞാൽ മതി. ഇടാൻ പറഞ്ഞാൽ മതി. ശാരണ്യ മിസ് പറഞ്ഞ ആ അസൈൻമെന്റിന്റെ ടോപ്പിക് ഒന്ന് ക്ലാസ് റൂമിൽ ഇടാൻ മതി. നിങ്ങളെല്ലാവരും ഫിനിഷ് ചെയ്താണോ? ഒരുവിധം ഞാൻ ചെയ്തു. എല്ലാവർക്കും വെവ്വേറെ ടോപ്പിക്കുകളാണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഒരേ ടോപ്പിക്. ഓക്കെ, ഞാനിവിടെ പറയാം കേട്ടോ. ടെക്നിക്കൽ ടേബിളിലൂടെ പറയാം. നിങ്ങളപ്പോ ചെക്ക് ചെയ്യാം കേട്ടോ. ഓക്കെ, ബാക്കിപ്പോ പറഞ്ഞിട്ട് നോക്കിട്ട് വരാം. മാം ഇപ്പൊ പറഞ്ഞത് നോട്ടിൽ എഴുതി വരണ്ടാണോ? ജസ്റ്റ് ഒന്നോ നമ്മുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതാം. എന്താണ് മെഡിക്കൽ ഹൈജീൻ എന്ന് മാത്രം മനസ്സിലാക്കാം. ഓക്കെ മാം. ശരി. ഓക്കെ, ലീവ് ചെയ്തോളൂ. താങ്ക് യു. താങ്ക് യു മാം. സൈൻ ഔട്ട് ഇല്ലേ? Action is the foundational key to all success. Sign out by Nusaiba Dilshan. ക്യാമറ ഓൺ ചെയ്തോ? ധൈര്യമായിട്ട് ചെയ്തോ. നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. ഇല്ല, പറയൂല, തുറക്കൂല ക്യാമറ. ഓക്കെ, അത് പോയി തോന്നുന്നു. പറഞ്ഞു. Action is the foundational key of all. അല്ല, രണ്ടുപേരും പറഞ്ഞു. അപ്പൊ എന്തായാലും പറഞ്ഞല്ലേ. പറഞ്ഞോളൂ കുഴപ്പമില്ല. പോയോ? പറഞ്ഞോളൂ. പേരെന്താണോ? കോൺഫിഡന്റ് ആയിട്ട് പറയാം. Action is the foundational key to all success. Sign out by Nusaiba. Okay, thank you. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you.